അപ്പം ജിഷ്ണു, മറ്റൊരു വാർത്ത, ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, ഒപ്പം കോൺഗ്രസിന്റെ ആരോപണങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിർണായകമായ വാർത്താ സമ്മേളനം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം, അല്ലേ? KP, ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളുകൾ പ്രഖ്യാപിക്കുന്നതിനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നതിനുമാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാറുള്ളത്. നിലവിൽ അത്തരത്തിൽ ഷെഡ്യൂളുകൾ, ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഷെഡ്യൂൾ പ്രഖ്യാപനത്തിന് സമയമായിട്ടില്ല. പക്ഷേ ബീഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനുള്ള വിശദീകരണം, ഒപ്പം തീർച്ചയായും രാഹുലും കോൺഗ്രസും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടുള്ള മറുപടി നൽകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ച ഈ ആരോപണങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട രാഹുലിനോട് തെളിവുകൾ ഹാജരാക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് രാഹുൽ തന്നെ അവകാശപ്പെടുന്ന രേഖകളും സത്യവാങ്മൂലവും നൽകാൻ നിരന്തരം മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും രേഖാമൂലം ഒരു പരാതിയും നൽകാൻ രാഹുൽ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾക്ക്, രാഹുൽ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ മറുപടി ഉണ്ടാകും. ഒപ്പം ഇന്നലെ രാത്രി ഒരു വാർത്താക്കുറിപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരുന്നു. അതായത് ചില രാഷ്ട്രീയ പാർട്ടികളും ചില വ്യക്തികളും നിലവിൽ വോട്ടർ പട്ടികയുടെ ക്രമക്കേടുകളുമായി, അല്ലെങ്കിൽ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തമായ സമയവും അവസരവും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വോട്ടർ പട്ടിക സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്നു. അത് സൂക്ഷ്മ പരിശോധന നടത്താനുള്ള അവസരം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നുണ്ട്. പ്രശ്നങ്ങളും ക്രമക്കേടും ചൂണ്ടിക്കാണിക്കാനുള്ള അവസരവും രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. അതായത് രാഹുൽ നിലവിൽ ഉന്നയിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ എന്ന ആരോപണത്തിന് നിരവധി രാഷ്ട്രീയ നേതാക്കൾ, അത് ഭരണപക്ഷത്തെയും ഒപ്പം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും ഒപ്പം പ്രതിപക്ഷ മുന്നണിയിലെ തന്നെ ചില മുതിർന്ന നേതാക്കൾ പരോക്ഷമായും പ്രതികരിച്ചിട്ടുള്ളത്, രാഹുൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പരിശോധിക്കുന്നതിനും അത് ചൂണ്ടിക്കാണിക്കുന്നതിനും കൃത്യമായ സമയമുണ്ടായിരുന്നു. BJP നേതാക്കൾ രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത്, താഴെ തട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയമില്ലാത്തതുകൊണ്ടാണ് രാഹുൽ നിലവിൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ്. കാരണം വോട്ടർ പട്ടിക എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ ഈ കരട് വോട്ടർ പട്ടിക സ്ഥാനാർത്ഥികൾക്കും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകും. അത് ബൂത്ത് തലം വരെ എത്തും. പിന്നീട് അന്തിമ വോട്ടർ പട്ടികയും സ്ഥാനാർത്ഥികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകും. അത് ബൂത്ത് തലം വരെ എത്തിക്കാൻ എല്ലാ പാർട്ടികൾക്കും സാധിക്കും. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിനും BJPക്കും എല്ലാം ബൂത്ത് തലത്തിൽ വരെയും നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക എത്തിച്ചു നൽകുന്നതാണ്. ആ സമയത്ത് സ്വന്തം ബൂത്തിലുള്ള ആളുകളെ തിരിച്ചറിയാനും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒപ്പം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കും അവസരമുണ്ട്. അതിനുശേഷം വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രശ്നബാധിത ബൂത്തുകളും ചില ബൂത്തുകളും ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ ബൂത്തുകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഏജന്റിനെ നിർത്താൻ സാധിക്കും. ബൂത്ത് ഏജന്റുമാരുണ്ടാകും. അവർക്ക് പരിചയമില്ലാത്ത, കാരണം സ്വന്തം ബൂത്തിൽ പരിചയമില്ലാത്ത ആളുകൾ വോട്ട് ചെയ്യാനെത്തിയാൽ അത് മനസ്സിലാക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ ആയിരിക്കും ബൂത്ത് ഏജന്റുമാരായി പ്രവർത്തിപ്പിക്കാൻ നിയോഗിക്കുക. ആ സമയത്തും ക്രമക്കേട് ചൂണ്ടിക്കാണിക്കാൻ അവസരമുണ്ട്. വോട്ടെടുപ്പിന് ശേഷം ഒരു നിശ്ചിത സമയം വരെയും ആ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കാം. അപ്പോഴൊന്നും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കാതെ നിലവിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തോൽവി മറച്ചുവെക്കാനുള്ള, നിരന്തരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ജാള്യതയും അപമാനവും മറച്ചുവെക്കാനുള്ള അടവാണ് രാഹുലും കോൺഗ്രസും പ്രയോഗിക്കുന്നത് എന്ന രാഷ്ട്രീയ ആരോപണം BJP മുൻപോട്ട് വെച്ചിരുന്നു. അതിനുമപ്പുറം ഈ ആരോപണങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാനുള്ള വിശദീകരണം ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കമ്മീഷൻ അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. KP, ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരികെത്താം, ഇടവേള.